ഹായ് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ്, പിന്നെ കോളിഫ്ലവർ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസും ബീൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അതിനുശേഷം വെജിറ്റബിൾസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, സവാള അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെക്കണം. കുറച്ച് മസാല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയൊന്ന് എടുത്തു വെക്കണം. ഏലക്ക ഒന്ന് പൊടിച്ചു വെക്കണം കേട്ടോ. ആദ്യം കുക്കർ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ മസാലയിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഫ്രൈ നല്ല മണം വരുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയാൽ നല്ല എളുപ്പത്തിൽ ഉള്ളി വഴണ്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് ഇത് വഴണ്ട് വന്നു കഴിയുമ്പോൾ പച്ചക്കറികൾ ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് 3-4 ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. എന്താന്ന് ഞാൻ ലാസ്റ്റിൽ പറയാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഇത്തിരി കുരുമുളകും പൊടിയും കൂടി ചേർത്തിട്ട് പാകത്തിന് വെള്ളവും ചേർത്ത് ഒരു 2 വിസില് മതിയാവും. 2 വിസിലിട്ട് വേവിച്ചെടുക്കുക. 2 വിസിലാകുമ്പോഴത്തേക്ക് പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നിട്ട് ഉരുളക്കിഴങ്ങിന്റെ കഷ്ണങ്ങളുണ്ടല്ലോ, അതിൽ കുറച്ച് കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്ത് കഴിയുമ്പോൾ ഈ കറിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടും. തേങ്ങാപ്പാലാണ് എടുക്കുന്നതെങ്കിൽ 2ാം പാലിൽ വേണം നമ്മൾ ഇത് വേവിക്കാൻ, ഈ വെള്ളത്തിന് പകരം കേട്ടോ. ഞാനിവിടെ തേങ്ങാപ്പാലല്ല എടുക്കുന്നത്, പാക്കറ്റിൽ വാങ്ങിച്ചേക്കുന്ന തേങ്ങാപ്പാലാണ്. അതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റിൽ ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ. അല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് 1ാം പാൽ ഒഴിച്ചിട്ട് ആണ് വാങ്ങി വെക്കേണ്ടത്. ഇനി കടുക് വറക്ക വേണമെങ്കിൽ കടുക് വറക്കാം, കടുക് വറക്കാതെ ഉപയോഗിക്കാം. വളരെ വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റൂ ആണിത്. അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും അതുപോലെ തന്നെ പൊരിക്ക് ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ല ഒരു സ്റ്റൂ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്